നാഗേന്ദ്രൻസ് ഹണി മൂൺസ് എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതിൽ. കാരണം ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അതിൽ ചില നമ്മളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുവന്ന ചില നല്ല എലമെൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു കല്യാണ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവാഹ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരം പത്രത്തിൽ വായിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ നാഗേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതിൽ സുരാജ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളിൽ ഓരോ ഇടങ്ങളിൽ എത്തിപ്പെടുന്നു. ഇയാളുടെ അമ്മാവൻ്റെ മകളെയാണ് ഇയാൾ ആദ്യം ഒരു സ്ത്രീധനം മോഹിച്ച് കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇയാളുടെ സുഹൃത്ത് വഴി മറ്റ് ഓരോ സ്ഥലങ്ങളിൽ കേരളത്തിലെ ഇപ്പോൾ പത്തനംതിട്ട, കോഴിക്കോട്, ബേക്കൽ, അല്ലെങ്കിൽ ആലപ്പുഴ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ഇയാൾ ഈ കൂട്ടുകാരനും കൂടെ ഒരു കല്യാണ ഫ്രോഡ് ടൈപ്പ് കളി ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു സീരീസ്, ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇതിൻ്റെ ഒരു ഓക്കെ, ഇത് അവസാനം കൊണ്ട് നിർത്തുന്നത് ഇനി ഇത് തുടർച്ച ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു സങ്കല്പത്തിലാണ്. അവസാനം ഇവരെല്ലാം 5 ഭാര്യമാരും കൂടെ ഒക്കെ വരുന്നിടത്താണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സും ഒക്കെ സംഭവിക്കുന്നത്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഇതൊട്ടും എൻഗേജ് ചെയ്ത ഒരു വെബ് സീരീസ് അല്ല. ഞാനിത് പല ദിവസങ്ങളിൽ കാണാൻ വേണ്ടിയിട്ടിരുന്ന് കണ്ട ഒരു വെബ് സീരീസാണ്. ഇതിൻ്റെ ഒരു കാരണം പറയുകയാണെങ്കിൽ, പിന്നെ എന്തിനാണ് ഇരുന്ന് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള OTTയിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് വളരെ സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളത്തിൽ വരുന്ന വെബ് സീരീസ് സ്ക്രിപ്റ്റുകളുടെ ഒരു ന്യൂനത കൊണ്ടാണോ ഇത്തരം സീരീസുകൾ സെലക്റ്റഡ് ആവുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ നമ്മളെ ഒരുപാട് എൻഗേജ് ചെയ്യിക്കുന്ന ഘടകങ്ങളൊന്നുമില്ല. പിന്നെ സുരാജിൻ്റെയൊക്കെ കൂട്ടിലുള്ളൊരു സ്റ്റാർ കാസ്റ്റ്, അല്ലെ ഒരു മാർക്കറ്റുള്ള ഒരു ആക്ടർ ഇതിലേക്ക് കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകാര്യമല്ല. നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും ഓഡിയൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു ഇൻപുട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തിക്കുന്ന ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാനിത് ഓരോന്നിരുന്ന് കണ്ടത്. സോറി, എനിക്കത് അത്ര സ്വീകാര്യമായിട്ട് തോന്നിയില്ല. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് അല്ല. താങ്ക് യു.